നമ്മൾ ആധുനിക കമ്പ്യൂട്ടറുകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അതിൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം വലിയൊരു അത്ഭുതമാണ്. കാരണം ഒരു സെക്കൻഡിൽ തന്നെ ലക്ഷക്കണക്കിന് ജോലികളാണ് അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആധുനിക കമ്പ്യൂട്ടർ പ്രോസസ്സറുകൾക്കൊക്കെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അവരതുപോലെയുള്ള മില്യൺ കണക്കിന് ഇൻഫർമേഷനാണ് ഒറ്റ സെക്കൻഡ് പ്രോസസ്സ് ചെയ്യുന്നത്. കാരണം ആ പ്രോസസ്സറിന് അത്രമാത്രം കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടറിനെയൊക്കെ സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ ബുദ്ധിയാണ്. മനുഷ്യൻ്റെ ബുദ്ധിയെക്കുറിച്ചുള്ള ഒരു ഫീച്ചറാണ് ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്റിൽ കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ തലച്ചോറ് 13 മില്ലി സെക്കൻഡ് കൊണ്ടാണ് ഓരോ കാഴ്ചകളെയും അത് പ്രോസസ്സ് ചെയ്യുന്നത്. കണ്ണ് ചെമ്മുന്ന വേഗത്തിൽ, ഇടിമിന്നലിൻ്റെ വേഗത്തിൽ. ആ ഒരേ ഒരു കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ നമ്മുടെ ആ കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഒരു ഇമേജാണ്. ആ കൂട്ടുകാരനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ച നമ്മുടെ തലച്ചോറ് ഇടിമിന്നലിൻ്റെ വേഗത്തിലാണ് പ്രോസസ്സ് ചെയ്തിട്ട് അത് നമ്മുടെ കൂട്ടുകാരനാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. നമ്മുടെ കൂട്ടുകാരനാണെന്ന് അത് ബോധ്യപ്പെടുത്തി തരുമ്പോഴാണ് നമുക്ക് ആ വ്യക്തിയെ തിരിച്ചറിയാനും സന്തോഷം വരികയും ഒക്കെ ചെയ്യുന്നത്. അതെത്ര വലിയ ജനക്കൂട്ടം ഉള്ളതിൻ്റെ ഇടയിലാണെങ്കിലും അപ്രകാരം തന്നെയാണ്. അപ്പോൾ എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തലച്ചോറാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം വ്യക്തികളെ തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ണുകളാണ്. അപ്പോൾ കണ്ണിൻ്റെ അകത്തുനിന്നാണ് ഒരു ഇമേജ് നമുക്ക് പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നതെല്ലാം പടങ്ങളായിട്ടാണ് കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യരായാലും ശരി, മൃഗങ്ങളായാലും ശരി, വസ്തുക്കളായാലും ശരി, എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ തലച്ചോറിൻ്റെ അകത്തിരിക്കുന്ന നോളേജ് ഡേറ്റാബേസിനകത്തുനിന്ന് നമ്മൾ ആ കാണുന്ന ഇമേജിനെ അത് മാപ്പ് ചെയ്യുകയാണ്. അത് പരസ്പരം ലിങ്ക് ചെയ്യുകയാണ്. അത് മിനിറ്റുകൾക്കുള്ളിലാണ്, സെക്കൻഡുകൾക്കുള്ളിലാണ് നമുക്ക് ആ തിരിച്ചറിവ് വരുന്നത്. അത് വലിയൊരു അത്ഭുതമാണ്. കമ്പ്യൂട്ടറൊന്നുമല്ല അത്ഭുതം. കമ്പ്യൂട്ടറിനെക്കാട്ടും വലിയ അത്ഭുതം മനുഷ്യൻ്റെ തലച്ചോറാണ്. കാരണം മനുഷ്യൻ്റെ തലച്ചോറല്ലേ ഈ ലോകം ഇവിടം വരെ എത്തിച്ചത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.